ആശംസകൾ നേരുന്നു. 2025 എല്ലാവർക്കും ഏറ്റവും നല്ലതായി തീരട്ടെ, ഐശ്വര്യപൂർണ്ണമാകട്ടെ, എല്ലാവിധത്തിലുള്ള സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് കിട്ടുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. അങ്ങനെ 2025 പുതുവർഷ പുലരിയോടനുബന്ധിച്ച് വടക്കൻ പറവൂരിലെ അംബേദ്കർ പാർക്കിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു സായാഹ്ന പരിപാടിയുടെ ചെറുകാഴ്ചയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹമസൃണവും ഐശ്വര്യപൂർണവും സമാധാന സമ്പന്നവുമായ നല്ലൊരു കുടുംബജീവിതം ചിട്ടപ്പെടുത്തുവാൻ നമ്മുടെ പൊന്നോമന മക്കളെ, പ്രത്യേകിച്ച് ഭാവി വാഗ്ദാനങ്ങളായ നമ്മുടെ യുവതലമുറകളെ കൃത്യമായ പ്ലാനിങ്ങും കെയറിങ്ങും നൽകി നല്ല മാർഗനിർദ്ദേശങ്ങളിലൂടെ വളർത്തണം എന്നാണ് എനിക്കിവിടെ ഈ കേട്ട സന്ദേശങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. നമ്മളെല്ലാം അറിയുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളത് പോലെ വലിയൊരു വിഭാഗം നമ്മുടെ യുവതലമുറകൾ ഏറ്റവും ചുളിവിൽ എങ്ങനെ കൂടുതൽ പണം സമ്പാദിക്കാം എന്ന ചിന്തയിൽ പലവിധ വലിയ അപകടക്കെണികളിൽ ചെന്ന് ചാടി അവരുടെ ഭാവി ജീവിതം തന്നെ ലഹരികൾക്കും മയക്കുമരുന്നുകൾക്കും അടിപ്പെട്ടും അവരുടെ ലോബികൾക്ക് വശംവദരായിക്കൊണ്ടിരിക്കുന്ന വളരെ ഭീകരമായ ദയനീയ കാഴ്ചകളാണ് ചുറ്റുപാടുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾ ആരും തന്നെ വഴിതെറ്റി പോകാതെ, കാരണം മദ്യത്തിലും മയക്കുന്നതിന് അടിമപ്പെട്ട കാലഘട്ടം കൂടിയാണ് ഇന്ന് അതിലൂടെ നമ്മളെല്ലാം ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞിന് ആ മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. പണ്ടുകാലങ്ങളിൽ പ്രായം ചെന്നവരിലും തലനരച്ചവരിലുമൊക്കെയാണ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിരുന്നതായി നാം കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ ഇന്ന് അത് നമ്മുടെ സ്കൂൾ തലം മുതലുള്ള ചെറിയ പെൺകുട്ടികളിലും ആൺകുട്ടികളിലും വരെ ആ ഭീകരമായ പ്രവണതകൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. എന്തിനധികം പറയണം, ഇന്ന് വലിയ തസ്തികകളിൽ ജോലി ചെയ്യുന്നവരും ജനങ്ങളെ നിയന്ത്രിക്കേണ്ട പല ഉദ്യോഗസ്ഥന്മാരും, എന്തിന് ഭരണസിരാ കേന്ദ്രങ്ങൾ വരെ ലഹരി വിപണനം നടത്തുകയും അതിലൂടെ സമ്പാദിക്കുന്നവരുമാണ്. ഇവരൊക്കെ ഇങ്ങനെ ലഹരിക്ക് അടിമയായി ജീവിക്കുന്നത് നാം കാണേണ്ടി വരുന്നത് തന്നെ എന്തൊരു വലിയ ദുരന്തമാണ് അല്ലേ? താങ്ങാനാവാത്ത ഇതിൻ്റെയൊക്കെ ഈ വലിയ പാപഭാരം പേറേണ്ടി വരുന്നതോ പാവം കുടുംബിനികളായ നമ്മുടെ സ്ത്രീജനങ്ങൾ തന്നെയാണ് അധികവും. ഇതൊന്ന് ഉപയോഗിച്ചാൽ മറ്റാർക്കും തന്നെ പ്രത്യക്ഷത്തിൽ മനസ്സിലാവാത്ത, വിപണനം നടത്തിയാൽ പിടികിട്ടാത്ത വിധത്തിലുള്ള ഹൈടെക് ലെവലിലുള്ള മയക്കുമരുന്ന് വിപണനമാണ് ഇന്ന് വിപണിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ വലിയ പ്രത്യാഘാതം നമ്മൾ ഇന്ന് മനുഷ്യ സമുദായം മൊത്തത്തിൽ പലയിടത്തും പല വിധത്തിലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആവശ്യമില്ലേ, നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് നമ്മൾ പ്ലാൻ ഇടുമ്പോൾ, പ്ലാനിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് പ്ലാനിങ്. എബ്രഹാം ലിങ്കൺ പറഞ്ഞൊരു വരിയുണ്ട്. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് 8 മണിക്കൂർ ഒരു മരം മുറിക്കാനുണ്ടെങ്കിൽ ഞാൻ 6 മണിക്കൂർ എൻ്റെ കോടാലിക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ വെട്ടിമുറിച്ച് രണ്ടാക്കുന്ന മരത്തിൻ്റെ പ്രോസസ്സ് ശരിക്കും പറഞ്ഞാൽ ചെറുതാണ്, 2 മണിക്കൂർ കൊണ്ട് തീരുമെങ്കിലും. പക്ഷെ അതിനുവേണ്ടി തയ്യാറെടുക്കുന്നത് 6 മണിക്കൂറിൻ്റെ തേച്ചുമിനുക്കലാണ്. നമുക്ക് വരും വർഷത്തിലും അത്തരം ഒരു വിധത്ത് കാര്യങ്ങൾ ചെയ്യാനുള്ള തേച്ചുമിലുക്കളിന് നമ്മളിപ്പോഴേ തയ്യാറെടുക്കണം. അത് ആവശ്യമാണ്.
ഒരു പെരുത്ത് കാര്യങ്ങൾ നമ്മളെക്കാൾ ഒരു നല്ല നമ്മളെ ക്രിയേറ്റ് ചെയ്ത് ഫ്രണ്ടിലിട്ട് ഒരു 30% ബെറ്റർ ആയൊരു നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ഫ്രണ്ടിലിടണം. ഓരോ ദിവസവും നിങ്ങൾ ഒരു പുതിയ ദിവസവുമായിട്ട് നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് എന്ത് ചെയ്താൽ എനിക്ക് കുറെ കൂടി ഇന്നലത്തേക്കാൾ ഭംഗിയായിട്ട് ഇന്നിനെ മാറ്റാൻ പറ്റും.